ട്രിഗണോമെട്രി ചാപ്റ്ററിലെ A+ ലെവൽ ക്വസ്റ്റ്യൻ. നമ്മുടെ ത്രികോണമിതി ചാപ്റ്ററിലെ ഏറ്റവും അവസാനം വരുന്ന മേൽക്കോണ്, കീഴ്ക്കോണ്, ആംഗിൾ ഓഫ് എലവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ, ആ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇപ്പോൾ ഡീൽ ചെയ്യുന്നത്. ആ ഭാഗത്ത് നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ 5 മാർക്കിന് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് നാളെ കിട്ടാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക, ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. എ ബോയ് സ്റ്റാൻഡിങ് ഓൺ ദ ടോപ്പ് ഓഫ് എ ടവർ 20 മീറ്റർ ഹൈ. 20 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിംഗ്, ഒരു ബിൽഡിംഗ് അല്ല, ഒരു ടവർ. ഈ ടവറിന്റെ മുകളിൽ ഒരു ബോയ് കയറി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ആ ബോയ് എന്താ ചെയ്യുന്നത്? സോ ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് അറ്റ് എൻ എലവേഷൻ ഓഫ് 50 ഡിഗ്രി ആൻഡ് ഇറ്റ്സ് ബേസ് അറ്റ് എ ഡിപ്രഷൻ ഓഫ് 30 ഡിഗ്രി. ഒരു ടവറിന്റെ മുകളിൽ കയറിയിട്ട് വേറെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് നോക്കുന്നുണ്ട്, താഴത്തേക്ക് നോക്കുന്നുണ്ട്. നോക്കണേ, ഒരു കുട്ടി 20 മീറ്റർ ഉയരമുള്ള ഒരു ടവറിന്റെ മുകളിൽ നിന്നും നോക്കിയപ്പോ ഒരു കെട്ടിടത്തിന്റെ മുകളറ്റം 50 ഡിഗ്രി മേൽക്കോണിലും അതിന്റെ ചുവട് 30 ഡിഗ്രി കീഴ്ക്കോണിലും കണ്ടു. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ആദ്യം അറിയാം, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായാലും ഇത് വെച്ചിട്ട് ഒരു ഏകദേശ ചിത്രം വരയ്ക്കാനാണ് പറയുക. നമ്മളോട് ഒരു റഫ് ഫിഗർ വരയ്ക്കാൻ പറയും. അതാണ് എ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കൊന്ന് വരച്ചു നോക്കാം എങ്ങനെയാണ് ഇവിടെ റഫ് ഫിഗർ വരേണ്ടത്. ടവർ എത്രയാണ്? 20 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ടവർ ആണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് അങ്ങനെ തുടങ്ങി നോക്കാം. ഇതാണ് ആ പിക്ചർ എന്ന് വിചാരിച്ചോണേ മക്കളെ. നോക്കണേ, ആദ്യം നമ്മളൊരു ടവർ വരയ്ക്കുന്നു. ഇതാണ് നമ്മുടെ ടവർ. ഈ ടവറിന്റെ മുകളിലാണ് നമ്മുടെ ബോയ് ഉള്ളത്. ബോയുടെ ഹൈറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? ഇല്ല, തരാത്തത് കൊണ്ട് നിങ്ങൾ ആ ഹൈറ്റ് വരയ്ക്കേ വേണ്ട. ഈ ബോയ് എന്ത് ചെയ്യുന്നു? ഈ ടവറിന്റെ മുകളിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസിൽ ആരുണ്ട്? ആരാളുള്ളത്? കുറച്ച് ഡിസ്റ്റൻസിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് ആണ് ഇനി നമുക്ക് നെക്സ്റ്റ് വരയ്ക്കേണ്ടത്. നോക്കിക്കോ, ബിൽഡിംഗ് വരയ്ക്കുന്നത് ഇവിടെയാണ് ആ ബിൽഡിംഗ് ഉള്ളത്. ഇങ്ങനെ നമ്മൾ ആ ബിൽഡിംഗ് വരച്ചു വെച്ചു. ക്ലിയർ ആവണേ? ഈ ചിത്രം വരയ്ക്കുന്നതിന് തന്നെ ഒരു മാർക്ക് എന്തായാലും കിട്ടുകയെ. ചില ക്വസ്റ്റ്യനിൽ അതിന് തന്നെ 2 മാർക്ക് വരുന്ന രീതിയിലും ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടന്റ് ആണ് ആ പിക്ചർ വരയ്ക്കുന്നത്. അത് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് സിമ്പിൾ ആക്കി ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് ഉള്ളത്. ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിൽക്കുന്ന ഈ ബോയ് ബിൽഡിങ്ങിൽ നിന്ന് അങ്ങോട്ടേക്ക് നോക്കുന്നു. ടവറിന്റെ മുകളിൽ നിന്നിട്ട് ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് നോക്കുന്നു. ആംഗിൾ ഓഫ് എലവേഷൻ ആയതുകൊണ്ട് ആദ്യം നമ്മൾ സ്ട്രെയിറ്റ് വ്യൂ വരയ്ക്കും. അത് കഴിഞ്ഞിട്ട് റേസ്ഡ് വ്യൂ വരയ്ക്കും. റേസ്ഡ് വ്യൂ, നേരെയുള്ള നോട്ടവും വേണം, ഉയർത്തിയ നോട്ടവും വേണം. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ആംഗിൾ ആണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ആംഗിൾ എത്ര ഡിഗ്രിയാ പറഞ്ഞേ? 50 ഡിഗ്രിയാണ്. 50 ഡിഗ്രിയിലാണ് ആ കുട്ടി നോക്കുന്നത്. ഈ ടവറിന് എത്ര മീറ്ററാ? 20 മീറ്റർ ഹൈറ്റ് ഇല്ലേ ടവറിന്? അപ്പൊ 20 മീറ്റർ ആണ് ടവറിന്റെ ഹൈറ്റ്. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. ഓരോന്നോരം നിങ്ങൾ വായിച്ചിട്ട് ഈ ക്വസ്റ്റ്യന്റെ വലിപ്പം കണ്ട് പേടിക്കരുത്. നിങ്ങൾ അത് വായിച്ചിട്ട് മെല്ലെ ഒന്ന് വരച്ചു നോക്കാം. ആദ്യം എന്താ വരച്ചത്? ആദ്യം നമ്മളൊരു ടവർ വരച്ചു. അത് കഴിഞ്ഞോ ടവറിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസിലാക്കിയിട്ട് എന്ത് വരച്ചു? ഒരു ബിൽഡിംഗ് വരച്ചു വെച്ചു. ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഞാൻ ടവറിനേക്കാൾ കൂടുതലാണ് എടുത്തത്. ബിൽഡിങ്ങിന്റെ വലിപ്പം വരച്ച് നോക്ക്. ടവറിനേക്കാൾ ഹൈറ്റിൽ ബിൽഡിംഗ് വരച്ച എന്തിനാ? കുട്ടി ടവറിന്റെ മുകളിൽ കയറി നോക്കുന്ന സമയത്തും ആംഗിൾ ഓഫ് എലവേഷനിലാണ് നോക്കുന്നത്, മേൽക്കോണിലാണ് നോക്കുന്നത്, മുകളിലേക്കാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് ടവർ കുറച്ച് ഹൈറ്റ് കൂട്ടി, ടവറിനേക്കാൾ ഹൈറ്റ് കൂട്ടി ബിൽഡിംഗ് വരച്ചു. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഒന്നുകൂടെ പറയുന്നുണ്ടല്ലോ, ഒരു 30 ഡിഗ്രീന്റെ കഥ പറയുന്നുണ്ട്. ആ 30 ഡിഗ്രി എന്താന്ന് വെച്ചാൽ ഈ കുട്ടി ആ ബിൽഡിങ്ങിന്റെ ബേസിലേക്ക് നോക്കുന്നുണ്ട്, താഴത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ വരയ്ക്കണം. ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണല്ലേ കുറച്ചൊരു ഇമ്പോർട്ടന്റ് ആണ്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ പണിയാവോ? ഇല്ല. നോക്കിക്കോ, സ്ട്രെയിറ്റ് വ്യൂ ഇവിടെ ഓൾറെഡി ഉണ്ട്. അതിന്റെ കൂടെയാണ് നമ്മൾ ലോവേർഡ് വ്യൂ വരയ്ക്കേണ്ടത്. സ്ട്രെയിറ്റ് വ്യൂ ഇവിടെ ഉണ്ട്, അതിന്റെ കൂടെ നിങ്ങൾ ലോവേർഡ് വ്യൂ താഴത്തേക്ക് വരച്ചു വെക്കുക. അപ്പൊ നിങ്ങൾ മാറ്റി വരയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. സ്ട്രെയിറ്റ് വ്യൂ ഓൾറെഡി ഉണ്ട്, ഇവിടെ ഓൾറെഡി സ്ട്രെയിറ്റ് വ്യൂ ഉണ്ട്. അപ്പൊ നിങ്ങൾ ലോവേർഡ് വ്യൂ മാത്രം വരച്ചാൽ മതി താഴത്തേക്ക്. ഈ 2 വ്യൂവിന്റെ ബിറ്റ്വീൻ, ഈ 2 എണ്ണത്തിന്റെ ഇടയിലായിട്ടാണ് കീഴ്ക്കോൺ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ മാർക്ക് ചെയ്യേണ്ടത്. നേരെയുള്ള നോട്ടം, താഴ്ത്തിയ നോട്ടം, രണ്ടിന്റെ ഇടയിൽ മാർക്ക് ചെയ്യണം. ആ മാർക്ക് ചെയ്യുന്ന സ്ഥലം മാറിപ്പോവരുത് മക്കളെ. ഇവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെയാണ് 30 ഡിഗ്രി മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പുറത്തെ ഭാഗത്ത് ഇവിടെ കൊണ്ട് മാർക്ക് ചെയ്യരുത്. ഇപ്പുറത്തല്ല, 30 ഡിഗ്രി എവിടെയാ നോക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് പേരിട്ട് വെക്കുക കേട്ടോ. A, B, ഓരോ കോർണറിൽ ഓരോ ലെറ്റർ അങ്ങ് വെച്ചേക്കുക. ABCDE എന്ന് പേര് കൊടുത്തു. നെക്സ്റ്റ് എ ക്വസ്റ്റ്യൻ അതോടുകൂടി നമ്മൾ സോൾവ് ആക്കി വെച്ചു. ബിയിൽ പോയി നോക്കിയാൽ കെട്ടിടവും ടവറും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയെന്നാണ് ബി ക്വസ്റ്റ്യൻ. ഈ ടവർ കണ്ട, ഈ ബിൽഡിങ്ങും കണ്ടോ, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? എന്താ ഇത്? ഈ AC എത്രയെന്നാ കണ്ടുപിടിക്കേണ്ടത്. എയും സിയും തമ്മിലുള്ള അകലമാണ് നമുക്ക് വേണ്ടത്. ഇനി നിങ്ങൾ ഇവിടെ നോക്കിക്കോ, ഒരു 30 ഡിഗ്രിയെ, ആ 30 ഡിഗ്രിയിൽ നമ്മൾ ബാക്കി കഥ തുടങ്ങുകയാണ്. എങ്ങനെയാണ് നമ്മൾ ആ 30 ഡിഗ്രിയിൽ ബാക്കി കഥ തുടങ്ങുന്നത് നോക്കിക്കോ. എന്താ ചെയ്യേണ്ടത്? ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ ഇതും 30 ഡിഗ്രി അല്ലേ ഉണ്ടാവുക? ഇതെങ്ങനെ 30 ഡിഗ്രി കിട്ടി? അത് ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്. നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ആംഗിൾ എടുക്കൂലേ? നിങ്ങൾ പഠിച്ചില്ലേ ഓൾട്ടർനേറ്റ് ആംഗിൾ? മറുകോണുകൾ, ഇവിടെ ഒരു വര, ഇവിടെ ഒരു വര, ഇത് രണ്ടും പാരലലാ. അതിന് ഇങ്ങനെ ഒരു വര വന്ന് കട്ട് ചെയ്യല്ലേ? അതപ്പോൾ നമുക്ക് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയിട്ട് 2 എണ്ണവും 30 വരും. അങ്ങനെ നിങ്ങൾക്ക് 30 കിട്ടിക്കഴിഞ്ഞാൽ ഇനി സിമ്പിളാ. ഇവിടെ 90 ഉണ്ട്, ഇവിടെ 30 ഉണ്ട്. എന്തായിരിക്കും ബാക്കി വരിക അറിയാലോ? നമ്മുടെ റേഷ്യോ അനുസരിച്ച് ഇവിടെ 60 ഡിഗ്രി വരും.
30, 60, 90 എന്നൊക്കെ വന്ന് റേഷ്യോ അറിയാലോ 1:√3:2. 30 ഡിഗ്രീന്റെ ഓപ്പോസിറ്റ് 20 ഉണ്ട്. അപ്പൊ 60ന്റെ ഓപ്പോസിറ്റ് 20√3 എന്ന് വരും. 20√3. അപ്പൊ നമുക്ക് ഒരു ബി ക്വസ്റ്റ്യന്റെ ആൻസറും കിട്ടിക്കഴിഞ്ഞു. ബി ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ച കാര്യം നമ്മൾ ഇതാ കണ്ടുപിടിച്ചേ. എന്താണ് അവർ ബിയിൽ ചോദിച്ചത്? ടവറും ബിൽഡിങ്ങും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര ഡിസ്റ്റൻസിലാണ് ഉള്ളത്? 20√3 മീറ്റർ. 20√3 മീറ്റർ ആയിരിക്കും അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇനി സി നമുക്ക് വായിച്ചു നോക്കാം. സി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ടവർ ടു ദ ബേസ് ഓഫ് ദ ബിൽഡിംഗ്. ടവറിന്റെ മുകളിൽ നിന്ന് കെട്ടിടത്തിന്റെ ചുവട്ടിലേക്കുള്ള അകലം കാണാൻ. ടവറിന്റെ മുകളിൽ നിന്ന്, അപ്പൊ ടവർ ഏതാ? എ ബി ആണ് ടവർ. ടവറിന്റെ മുകളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ബി. ടവറിന്റെ മുകളിൽ നിന്ന് കെട്ടിടത്തിന്റെ ചുവട്ടിലേക്ക് ഇതാ നോക്കിക്കോ, കെട്ടിടത്തിന്റെ ചുവട്ടിലേക്ക് പോയി, ബിൽഡിങ്ങിന്റെ ചുവട്ടിലേക്ക്. ഇത് എത്രയെന്നാണ് ചോദിച്ചത്. ഈ നീളം എത്ര ഉണ്ട് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ. അത് കാണാൻ നിങ്ങൾക്ക് അറിയില്ലേ? നോക്കിക്കോ, 30ന്റെ ഓപ്പോസിറ്റ് 20. അപ്പൊ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് അതിന്റെ ഇരട്ടി 40 ആയിരിക്കും ആൻസർ വരിക. ആ നീളം 40 ഉണ്ടാവും. 40 മീറ്ററിൽ പറഞ്ഞാൽ 40 മീറ്റർ. അതോടുകൂടി സിയും നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നു. സി ക്വസ്റ്റ്യന്റെ ആൻസർ 40 മീറ്റേഴ്സ് എന്ന് വരും. എടാ കിട്ടുന്നില്ലേ? ആ പിക്ചർ വരച്ചാൽ തന്നെ പകുതി പരിപാടി കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടുപിടിക്കാം. വരയ്ക്കുന്ന സമയത്ത് മാറിപ്പോവരുത്. ഏതിനും ബിറ്റ്വീൻ ആണ് എലവേഷൻ, ഡിപ്രഷൻ എന്നുള്ള കാര്യമൊക്കെ നല്ലോണം നോക്കിയിട്ട് വരയ്ക്കുക കേട്ടോ. ഇനി ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാൻ ബാക്കിയുണ്ട്. അതേതാ? ഡി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്. ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എത്ര? നമ്മുടെ കെട്ടിടത്തിന്റെ ഹൈറ്റ്. അത് നോക്കിക്കോണം. ഇത്രയുമാണ് നമ്മുടെ കെട്ടിടത്തിന്റെ ഹൈറ്റ്. ഈ കെട്ടിടത്തിന്റെ ഹൈറ്റ് മുഴുവനായിട്ട് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സി മുതൽ ഡി വരെയുള്ള നീളത്തിനോട് അതിന്റെ കൂടെ ഈ ഡി ഇ എന്ന് പറയുന്ന ഈ ലെങ്ത്തും കൂടെ പ്ലസ് ചെയ്താൽ അത് മൊത്തം ബിൽഡിങ്ങിന്റെ ലെങ്ത് ആയിട്ട് മാറും. അതിനുവേണ്ടി നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു 20 ഉണ്ട്. അപ്പൊ ഇത് 20 ആയിരിക്കും. എടാ മനസ്സിലായില്ലേ? ഈ 20 എങ്ങനെയാ വന്നത്? ക്ലിയർ ആയോ? ഇവിടെ 20 ഉണ്ട്, ഇത്രയും 20 ആണ്. അപ്പൊ ഇവിടെയും 20 ഉണ്ടാവും. അങ്ങനെ നമുക്കൊരു 20 ഇവിടെ കിട്ടി. ഇനി ആ 20ന്റെ കൂടെ ബാക്കിയുള്ള ഡി ഇയും കൂടെ കണ്ടുപിടിച്ചാൽ ആൻസർ ആവും. ഇനി അതെങ്ങനെ കണ്ടുപിടിക്കും? ഇനി വേറെ ഒരു റൈറ്റ് ട്രയാങ്കിളും കൂടെ പിക്ചറിലില്ലേ? 30 ഡിഗ്രി മാത്രമല്ലല്ലോ, ഒരു 50 ഡിഗ്രിയും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ? ആ ആംഗിൾ വരുന്ന സ്ഥലത്ത് ഒരു മട്ട ത്രികോണം കൂടെ ഉണ്ട്. ഇതാ ഇവിടെ 90 ഡിഗ്രി വരുന്ന രീതിയിൽ ഒരു റൈറ്റ് ട്രയാങ്കിളും കൂടെ ഉണ്ട്. ആ റൈറ്റ് ട്രയാങ്കിളിൽ 50 ഡിഗ്രി ഉണ്ട്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടത് അതിൽ ഏതെങ്കിലും ഒരു സൈഡ് നിങ്ങൾക്ക് അറിയോ നോക്കുക. ഏതെങ്കിലും ഒരൊറ്റ സൈഡ് നിങ്ങൾക്ക് അറിയുന്നത് കിട്ടിയാൽ ബാക്കി സൈഡുകൾ, ബാക്കി രണ്ടെണ്ണവും നമുക്ക് റേഷ്യോ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഏത് റേഷ്യോ? 30, 45, 60 എന്നൊക്കെ പറയുന്ന നമുക്ക് അറിയുന്ന ആംഗിൾ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ 2 റേഷ്യോ അല്ലേ? 1:1:√2, അതേപോലെ 1:1:3:2 അല്ലേ? 1:√3:2. ഇങ്ങനെ 2 റേഷ്യോ നമുക്ക് ഓൾറെഡി അറിയുന്നതുണ്ട്. അതല്ലാത്ത സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? സൈന്, കോസ്, ടാൻ എന്ന് പറയുന്ന 3 ആൾക്കാരില്ലേ? അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് വേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒരൊറ്റ സൈഡ് കിട്ടിയാൽ മതി. ആ ട്രയാങ്കിളിന്റെ മുകളിൽ ഒരൊറ്റ സൈഡ് നിങ്ങൾ നോക്കടാ. നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് അങ്ങനെ ചിന്തിച്ചാൽ മതി. ആ ട്രയാങ്കിളിന്റെ മുകളിൽ ഒരൊറ്റ സൈഡ് അവർ തന്നിട്ടുണ്ടെങ്കിൽ ബാക്കി 2 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നോക്ക്, ഏതെങ്കിലും ഒരു സൈഡ് തന്നിട്ടുണ്ടോ? ഇതാ ഈ താഴെ 20√3 ആ. അപ്പൊ അതുകൊണ്ട് ഇവിടെയും 20√3 ഉണ്ടാവും. ഇത് രണ്ടും 20√3 ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരു സൈഡ് കിട്ടി. ഇവിടെ 20√3 ആണ്. ഇനി നിങ്ങൾ 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ള ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഡി ഇ. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഏത് കൊടുക്കണം? ടാൻ കൊടുത്ത് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടൂലേ? എങ്ങനെ മനസ്സിലായി ടാനാ കൊടുക്കേണ്ടത്? 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ കയ്യിലുള്ളതോ അഡ്ജസന്റ് സൈഡും. എതിർവശം കണ്ടുപിടിക്കണം, കയ്യിലുള്ളത് സമീപവശം. അപ്പൊ നമുക്ക് മനസ്സിലായി ടാൻ 50 ഡിഗ്രി കൊടുത്താൽ നമുക്ക് ആൻസറിലേക്ക് പോവാം. ഓപ്പോസിറ്റ് സൈഡിന് പകരം ഡി ഇ ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡിന് പകരം 20√3 എന്ന് കൊടുക്കും. ആ 20√3 ഇപ്പുറത്തേക്ക് ഇട്ട് ഗുണിച്ചാൽ നമ്മുടെ ആൻസർ കിട്ടും 20√3 ഇൻറ്റു ടാൻ 50 ചെയ്താൽ നമുക്ക് ഡി ഇ കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരേണ്ടത്? 20√3 ഇൻറ്റു ടാൻ 50യുടെ വാല്യൂ. ടാൻ 50ന്റെ വാല്യൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. ഇതൊക്കെ കാൽക്കുലേഷൻ ചെയ്യാണ്ടാവും. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 5 മാർക്ക് വെറുതെ കിട്ടൂലല്ലോ, കുറച്ച് പണിയെടുക്കാനുണ്ടേ. ടാൻ 50ന്റെ വാല്യൂ എത്രയാ? 1.2 ആണ് ടാൻ 50ന്റെ വാല്യൂ തന്നത്. അപ്പൊ അത് 1.2. ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് ഡി ഇ കിട്ടും. √3ന്റെ വാല്യൂ മാറ്റാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. √3ന്റെ 1.7 കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്ര ചെയ്യേണ്ടത് 20 ഇൻറ്റു 1.7 ഇൻറ്റു അതേപോലെ ഒരു 1.2. ഇത്രയും നിങ്ങൾ മൾട്ടിപ്പിൾ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ ഡി ഇ കിട്ടും.
ഇനി അതെങ്ങനെ സോൾവ് ചെയ്യും? ഈ 20ന്റെ ഇവിടുത്തെ ഒരു 0 വെച്ചിട്ട് നിങ്ങൾക്ക് ഈ 17 എന്ന് മാറ്റി എഴുതിക്കൂടെ? 1.7 പകരം 17 എന്ന് മാറ്റി എഴുതാൻ പറ്റും. ഈ 0 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് 10 കൊണ്ട് ഗുണിക്കുമ്പോൾ പോയിന്റ് മാറി കിട്ടും. അപ്പൊ അത് 2 × 17 ആവും. 2 × 17 34. അല്ലെങ്കിൽ നിങ്ങൾ നിരത്തി ചെയ്താൽ മതി കേട്ടോ. ഇത് മൾട്ടിപ്പിൾ ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചാൽ മതിയേ. ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഈ 0 ഉള്ളതിനെ കൊണ്ട് ഈ പോയിന്റ് പോയി കിട്ടും, 17 ആവും. 17 × 2 ചെയ്താൽ മതി, അപ്പൊ അത് 34 ആവും. ബാക്കി 34 × 1.2 ചെയ്താൽ ആൻസർ കിട്ടും. ഡി ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യാൻ നമുക്കിനി 34 × 1.2 ചെയ്താൽ മതി. ഇതൊന്ന് ഗുണിച്ച് നോക്കാം. 4 × 2 8, 3 × 2 6, ഇനി 4 × 1 4, 3 × 1 3, എല്ലാം കൂടെ 8, 6 + 4 10 × 0 ബാക്കി 1, എല്ലാം കൂടെ 408 എന്ന് വരും. ആ 408 ഒരു പ്ലേസ് മാറ്റി ഡെസിമൽ കൊടുക്കാനുണ്ട്. അപ്പൊ അത് 40.8, 40.8 എന്ന് കിട്ടും. നിങ്ങൾക്ക് DE നീളം. DE നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് DE അല്ല, നമുക്ക് CE ആണ് വേണ്ടത്. ആ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് മുഴുവനായിട്ടാണ് ചോദിച്ചത്, കെട്ടിടത്തിന്റെ ഹൈറ്റ്. therefore ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്, കെട്ടിടത്തിന്റെ ഹൈറ്റ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ നേരത്തെ നിങ്ങളുടെ കയ്യിലുള്ള 20ഉം ഈ 40.8 കൂടെ കൂട്ടിയാലാണ് നമുക്ക് ടോട്ടൽ ആൻസർ വരിക. നേരത്തെ നമ്മുടെ കയ്യിൽ ഒരു 20 ഉണ്ട്, അതിന്റെ കൂടെ ഇതും കൂടെ ചേർത്താൽ എല്ലാം കൂടെ എത്രയായി? 60, 60.8 മീറ്റേഴ്സ് ആയിരിക്കും കേട്ടോ. 40.8 ഉണ്ടാവും, 20 ഉണ്ടാവും, രണ്ടും കൂടെ ആഡ് ചെയ്യുക, ആൻസർ ആക്കി എടുക്കാം. ഫൈൻ, ഓക്കെ അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്താ നോക്കേണ്ടത്? എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ആൻസർ ചെയ്യേണ്ട ട്രാക്ക് എങ്ങനെയാ? ആദ്യം നിങ്ങൾ നല്ലപോലെ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. അത് മനസ്സിലാക്കിയിട്ട് ആ പിക്ചർ ഒന്ന് വരച്ചു വെക്കാം. പിക്ചർ വരച്ചു കഴിഞ്ഞാൽ പകുതി കഴിയും. അതിനുശേഷം കറക്റ്റ് ആയിട്ട് നമുക്ക് വേണ്ട വാല്യൂസ് ഒക്കെ ഒന്ന് നോക്കി ഒന്ന് മുന്നോട്ട് പോയാൽ ആൻസർ കിട്ടും. സൈനോ കോസോ ടാനോ നമുക്ക് ആവശ്യം വരും. മോസ്റ്റ് ഓഫ് ദ കേസ് ടാൻ തന്നെയാണ് വരിക. എന്നാലും അങ്ങനെ എടുക്കണ്ട, കണ്ണുമൂട്ടി എടുക്കണ്ട, ഒന്ന് നോക്കി ചെയ്താൽ മതി. ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസന്റ് സൈഡ് അങ്ങനെ വന്നാൽ ടാൻ കൊടുത്താൽ മതി. ഹൈപ്പോട്ടന്യൂസ് വരുന്ന സമയത്തല്ലേ മറ്റേ ആൾക്കാർ വരിക. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി ചെയ്യുക. അതിൽ ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട എന്താ? ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഉള്ളിൽ നമുക്ക് തുടങ്ങുന്ന സമയത്ത് ഒരൊറ്റ സൈഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കി 2 സൈഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. റേഷ്യോ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് കിട്ടിയാൽ ബാക്കി 2 കാണാൻ പറ്റും. അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ എന്തായാലും ചെയ്ത് പഠിക്കണേ. വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ? പ്രാക്ടീസ് ചെയ്യണ്ടേ? നമുക്ക് വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. കുറച്ച് ചേഞ്ച് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. എ ബോയ് സ്റ്റാൻഡിങ് ബിറ്റ്വീൻ 2 ബിൽഡിംഗ്സ്. 2 ബിൽഡിംഗ് ഉണ്ട്, ഈക്വൽ ഹൈറ്റ് ആണ് ബിൽഡിങ്ങിനെ. 2 ബിൽഡിങ്ങിന് ഒരേ ഹൈറ്റ് ആണ്. അതിന്റെ ഇടയിൽ ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. ഈ കുട്ടി എന്താ ചെയ്തത്? ദ ബോയ് ആൻഡ് ബിൽഡിംഗ്സ് ആർ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഒരേ വരയിലാണ് അവർ നിൽക്കുന്നത്. നമുക്കൊന്ന് വരച്ചു നോക്കാം എങ്ങനെയാണ് ഉണ്ടാവുക നോക്കിക്കോണേ. ഒരു ബിൽഡിംഗ് ഇവിടെ, ഒരു ബിൽഡിംഗ്, ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. മറ്റേ അറ്റത്ത് ഒരു ബിൽഡിംഗ്, രണ്ട് ഭാഗത്തും ഓരോ ബിൽഡിംഗ്. ഇതൊരു ബിൽഡിംഗ്, ഒരു ബിൽഡിംഗ്. അത് തമ്മിൽ അകലമാണ് അടി കൂടെ വരച്ചത്. ഒരു ബോക്സ് വരച്ചോണം അല്ല കേട്ടോ. ഇതിന്റെ നടുവിൽ ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. നടുവിൽ എന്ന് പറഞ്ഞാൽ കറക്റ്റ് മിഡിൽ എന്നൊന്നും പറഞ്ഞില്ല, അതിന്റെ ഇടയിലായിട്ട് ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. ആ കുട്ടി തൽക്കാലം ഇവിടെയാണെന്ന് വിചാരിച്ചോ. കറക്റ്റ് മിഡ് പോയിന്റിൽ ഒന്നും പറയാത്തത് കൊണ്ട് നമുക്ക് കുറച്ചൊന്ന് മാറ്റി വരയ്ക്കാം. ഇവിടെയാണ് കുട്ടി നിൽക്കുന്നതെന്ന് വിചാരിച്ചു. എന്താ കുട്ടീന്റെ ഹൈറ്റ് വരയ്ക്കാത്തത്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ വരച്ചാൽ മതി. ആ കുട്ടിക്ക് ഇത്ര ഹൈറ്റ് ഉണ്ടെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കുട്ടീന്റെ ഹൈറ്റ് കൂടെ വരയ്ക്കണം. ഇവിടെ അങ്ങനെ പറഞ്ഞില്ലല്ലോ. പറഞ്ഞാൽ നിങ്ങൾ കുട്ടീന്റെ ഹൈറ്റ് ഇങ്ങനെ വരച്ചു വെക്കേണ്ടി വരും. പറയാത്തത് കൊണ്ട് അത് വരയ്ക്കേണ്ട, അവിടെ കുട്ടി ഉണ്ട് എന്നുള്ള രീതിയിൽ അങ്ങ് വിചാരിച്ചാൽ മതി. ഓക്കെ, ബാക്കി നോക്കാം. ഒരേ ഉയരമുള്ള 2 കെട്ടിടങ്ങൾക്കിടയിൽ ഒരു കുട്ടി നിൽക്കുന്നു. കെട്ടിടങ്ങളും കുട്ടിയും ഒരേ വരയിലാവുന്ന തരത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നും കെട്ടിടങ്ങളുടെ മുകൾ ഭാഗങ്ങൾ അവൻ 45 ഡിഗ്രി 30 ഡിഗ്രി മേൽക്കോണിലാണ് കാണുന്നത്. അപ്പൊ ഇവിടുന്ന് എന്താ ചെയ്യുന്നത്? ഇവിടുന്ന് ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് നോക്കുന്നത് 45 ഡിഗ്രിയിൽ, മറ്റേ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് നോക്കുന്നത് 30 ഡിഗ്രിയിൽ നോക്കുകയാണെ. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് നോക്കുന്നത് 45. അപ്പൊ എങ്ങനെയാ ആംഗിൾ വരയ്ക്കാൻ പഠിപ്പിച്ചെന്ന്? ആദ്യം സ്ട്രെയിറ്റ് വ്യൂ വരയ്ക്കണ്ടേ? ഇവിടുത്തെ സ്ട്രെയിറ്റ് വ്യൂ നിങ്ങൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഓൾറെഡി ആ സ്ട്രെയിറ്റ് വ്യൂ ഇവിടെ നേരെ ഓൾറെഡി ഉണ്ട്. അപ്പൊ നമ്മൾ റേസ്ഡ് വ്യൂ മാത്രം വരച്ചാൽ മതി. ഇതിന്റെ ഇടയിലാണ് ആംഗിൾ മാർക്ക് ചെയ്യേണ്ടത്. എത്ര ഡിഗ്രി ആംഗിൾ കൊടുക്കുക? 45 ഡിഗ്രി. ഇനി മറ്റേ ഭാഗത്തേക്ക് നോക്കുന്നതോ സ്ട്രെയിറ്റ് വ്യൂ ഇവിടെ ഉണ്ട്, റേസ്ഡ് വ്യൂ മാത്രം വരച്ചാൽ മതി. അവിടെയും ആ ആംഗിളും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 30 ഡിഗ്രി. രണ്ടും മാർക്ക് ചെയ്തു. 45 30 ഇത്രയും മാർക്ക് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് ഇനി എന്തെങ്കിലും ഡാറ്റ തന്നിട്ടുണ്ടോ? ഒരു 20 മീറ്റർ പറയുന്നുണ്ട്. നോക്കാം എന്താ. അടുത്തുള്ള കെട്ടിടത്തിലേക്ക് അവൻ നിൽക്കുന്ന സ്ഥാനത്ത് നിന്നും 20 മീറ്റർ അകലമുണ്ട്. ഇയാൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 2 ബിൽഡിംഗ് ഉണ്ടല്ലോ, ഒന്ന് പേര് കൊടുക്കട്ടെ. ABCDE. ഒന്ന് AB, ഒന്ന് DE. ഇങ്ങനെ 2 ബിൽഡിംഗ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ആ 2 ബിൽഡിങ്ങിൽ ഏറ്റവും അടുത്തുള്ള ബിൽഡിങ്ങിലേക്ക് 20 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഒരു സംശയം, ഇതിൽ ഏതാ അടുത്തുള്ള ബിൽഡിംഗ്? ഇതിപ്പോ ആംഗിൾ ഞാൻ 45 ഇവിടെയും 30 ഇവിടെയും വരച്ച് ചിത്രം കാണുന്ന സമയത്ത് നമുക്കറിയാം 45 ഡിഗ്രി ഉള്ള ഭാഗത്താണ് അടുത്തുള്ള ബിൽഡിംഗ് വരുന്നത്. അത് കറക്റ്റ് അങ്ങനെ തന്നെ വേണോ? 45 അപ്പുറത്ത് കൊടുത്ത് 30 ഇപ്പുറത്ത് കൊടുക്കാൻ പറ്റുമോ? എങ്ങനെയാണ് നിങ്ങൾ നോക്കണേ. കോൺ എത്രയാ നോക്കുക.
വലിയ ആംഗിൾ ഇല്ലേ, 45 ഡിഗ്രി അല്ലേ, 30-നേക്കാൾ വലുത് 45 ഡിഗ്രി അല്ലേ, വലിയ ആംഗിൾ വരുന്ന സ്ഥലത്തായിരിക്കും ദൂരം കുറവ്. നിങ്ങൾ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, നിങ്ങൾ ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ഇതാ ഇങ്ങനെ നോക്കുക, അപ്പോൾ ഒരു ആംഗിൾ കിട്ടി. നിങ്ങൾ കുറച്ചും കൂടെ പുറകോട്ടേക്ക് നിന്ന് നോക്കിയാൽ ആംഗിൾ കുറയൂലേ. നമ്മൾ തൊട്ടടുത്ത് നിന്ന് നോക്കുമ്പോഴല്ലേ, മുകളിലേക്ക് തൊട്ടടുത്ത് നോക്കുമ്പോഴല്ലേ ആംഗിൾ കൂടുതൽ വരിക. കുറച്ച് ബാക്കോട്ടേക്ക് നിന്ന് നോക്കിയാൽ, കുറച്ചുകൂടെ ദൂരത്തേക്ക് നിന്ന് നോക്കിയാൽ നമുക്ക് കുറച്ചുകൂടെ ഇങ്ങനെ നേരെ നോക്കിക്കൂടെ, കഴുത്ത് വേദനയാവാതെ നേരെ നോക്കിക്കൂടെ. അപ്പൊ നമുക്ക് കാര്യം മനസ്സിലാക്കേ, ദൂരത്തേക്ക് നിന്ന് നോക്കുന്ന സമയത്താണ് ആംഗിൾ കുറയുക. അപ്പൊ ചെറിയ ആംഗിൾ ഉള്ള സ്ഥലത്താണ് ദൂരം കൂടുക, വലിയ ആംഗിൾ ഉള്ള സ്ഥലത്താണ് ദൂരം കുറയുക. അപ്പൊ അവർ പറഞ്ഞത് ദൂരം കുറവുള്ള ബിൽഡിംഗ് ആണ് 20 മീറ്റർ. അതുകൊണ്ട് നിങ്ങൾ ആ 20 മീറ്റർ ഇവിടെയാണ് മാർക്ക് ചെയ്യുന്നത്. 20 മീറ്റർ കറക്റ്റ് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ആൻസറിലേക്കുള്ള കഥകൾ നോക്കാം. ബാക്കി നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണെ, എല്ലാം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഇത്രയും നമുക്ക് കിട്ടി. ഇനി എന്താ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഒരു ഏകദേശ ചിത്രം വരയ്ക്കുക. എ ക്വസ്റ്റ്യൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ആദ്യം ഒരു റഫ് ഫിഗർ വരയ്ക്കാൻ പറയും, അത് നമ്മൾ വരച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് കെട്ടിടങ്ങളുടെ ഉയരവും കെട്ടിടങ്ങൾ തമ്മിലുള്ള അകലവും കാണുക. ആദ്യം കെട്ടിടങ്ങളുടെ ഉയരം കാണണം, അത് കഴിഞ്ഞാൽ രണ്ട് ബിൽഡിങ്ങും തമ്മിലുള്ള ഡിസ്റ്റൻസും കാണണം. ഇവിടെ 45 ഡിഗ്രി, ഇനി ഒന്നുമില്ലടാ, ഇനി നേരെ മാർക്ക് ചെയ്യാനേ ഉള്ളൂ. ഇവിടെ 45, അപ്പൊ ഇതും 45, ഇവിടെ 90. 45 90 1:1:2. ഈ 45ന്റെ ഓപ്പോസിറ്റ്, ഈ 45ന്റെ ഓപ്പോസിറ്റ് 20. അപ്പൊ മറ്റേ 45ന്റെ ഓപ്പോസിറ്റും 20 വേണ്ടേ? എടാ ഞാൻ വരച്ചതിന്റെ അളവിൽ ചെറിയ വ്യത്യാസം ഉണ്ടായി, നോക്കണ്ടേ. 45ന്റെ ഓപ്പോസിറ്റ് ഇവിടെ 20 ആണെങ്കിൽ ഈ 45ന്റെ ഓപ്പോസിറ്റും 20 തന്നെയാണ്. വലിപ്പം നോക്കരുതേ. അപ്പൊ നമ്മൾ കൊടുക്കുന്നു ഇവിടെയും 20 മീറ്റർ. ഇത് 20 ആണെങ്കിൽ രണ്ട് ബിൽഡിങ്ങിനും ഒരേ വലിപ്പല്ലേ, അപ്പൊ ഇത് 20 ആണെങ്കിൽ ഈ ബിൽഡിങ്ങും 20 മീറ്റർ തന്നെയാ. രണ്ട് ബിൽഡിങ്ങിനും ഒരേ വലിപ്പമായതുകൊണ്ട് ഇത് 20 ആയതുകൊണ്ട് അപ്പുറത്തെ ഭാഗത്തും 20 വന്നു. ഇവിടെ 90 ഡിഗ്രി, ഇത് 30 കഴിഞ്ഞാൽ ബാക്കി 60 ഡിഗ്രി. ഇനി നിങ്ങൾക്ക് മാർക്ക് ചെയ്തൂടെ? 30ന്റെ ഓപ്പോസിറ്റ് ആണ് 20 ഉള്ളത്, 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് 20. അപ്പൊ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താ ഉണ്ടാവുക? 30ന്റെ ഓപ്പോസിറ്റ് ഉള്ളതിന്റെ കൂടെ ഒരു √3 എന്നും കൂടെ എഴുതിയാൽ മതി. അപ്പൊ അത് 20√3 എന്ന് കിട്ടും. ഇവിടെ 20 മീറ്റർ, താഴെയുള്ളത് 20√3 മീറ്റേഴ്സ് എന്ന് വരികയെ. ഇനി നമുക്ക് വേണ്ട ആൻസർ ഒക്കെ ഇപ്പം തന്നെ കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എത്രയാ? 20 മീറ്റർ ആണ്. ബി ക്വസ്റ്റിലേക്ക് വേണ്ട ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് 20 മീറ്റർ ആണ്. ഇനി എന്താ, രണ്ട് ബിൽഡിങ്ങും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയെന്ന് ചോദിക്കുന്നില്ലേ? രണ്ട് ബിൽഡിങ്ങും തമ്മിലുള്ള അകലം എ മുതൽ ഡി വരെയുള്ള അകലം എത്രയാന്ന് ചോദിച്ചാൽ 20 + 20√3 മീറ്റർ. അത് കൂട്ടി 40√3 എന്ന് എഴുതി വെക്കരുത്, ആൻസർ തെറ്റ്. അങ്ങനെ ചെയ്യാൻ പാടില്ലേ. 20 + 20√3 എന്നാണ്, അങ്ങനെ തന്നെ വെച്ചാൽ മതി. ഇനി √3ന്റെ വാല്യൂ അവർ ക്വസ്റ്റ്യനിൽ തന്നാൽ 20 × √3 ചെയ്തിട്ട് ഒരു ആൻസർ കിട്ടൂലേ, അതേ പ്ലസ് ഈ 20 കൂടെ ചെയ്ത് ആൻസർ ആക്കുക. അല്ലാതെ പ്ലസ് ചെയ്ത് വെക്കരുതേ. അങ്ങനെ 40√3 വരണമെങ്കിൽ ഇവിടെയും 20√3 വേണം. 20√3 + 20√3 ആണെങ്കിൽ 40√3 വരും. ഇത് 40√3 അല്ല, ഇത് ഇങ്ങനെ തന്നെയാണ്, ഇത് ആൻസർ. അപ്പൊ രണ്ട് ബിൽഡിംഗ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 40√3 എന്ന് ചെയ്യൂല, 20 + 20√3 എന്ന് ആക്കി വെക്കും. ക്ലിയർ അല്ലടാ? ഒരു ക്വസ്റ്റ്യൻ നോക്കട്ടെ, രണ്ടെണ്ണം നോക്കിയേ. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്തോ, കിട്ടും. നിങ്ങൾ ടഫാന്ന് വിചാരിക്കുന്ന സാധനം ടഫ് അല്ല. ചിത്രം വരയ്ക്കാൻ പറ്റിയാൽ സംഭവം സിമ്പിളായി മാറും. ചിത്രം വരച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അതിൻ്റെ ഉള്ളിൽ മട്ടത്രികോണം ഉണ്ടാവും, റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ എന്ത് കിട്ടും? 30. നമ്മുടെ ആംഗിൾ ആണെങ്കിൽ നമുക്ക് റേഷ്യോ വെച്ച് എഴുതാം. നമ്മൾ പഠിക്കാത്ത ടൈപ്പ് ആംഗിൾ ആണെങ്കിൽ സൈനോ കോസോ ടാനോ കൊടുത്ത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്തു പോകാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കണ്ടേ. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. നോക്കൂ, ഇതിൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഉണ്ടോ, എലവേഷൻ ഉണ്ടോ? രണ്ട് എലവേഷൻ വരുന്നുണ്ട്, രണ്ട് ആംഗിൾ വരുന്നുണ്ട്. രണ്ടും ആംഗിൾ ഓഫ് എലവേഷൻ ആണ് കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഡിപ്രഷൻ അല്ലായിരുന്നു, ഇതിൽ രണ്ട് എലവേഷൻ ആണ്. നോക്കാം. A man standing at the foot of a tower sees the top of a building 20 meters away at an elevation of 60 degree. Climbing to the top of the tower, he sees it at an elevation of 45 degree. ഒന്നുകൂടെ വായിക്കാം. ഇങ്ങനെ വായിക്കുന്ന സമയത്ത് പെട്ടെന്ന് കൂടെ ക്ലിയർ ആവില്ല. നമുക്ക് ഒന്നും കൂടെ നോക്കണം. വായിച്ചോക്കെ, ഒന്നുകൂടെ നോക്കണേ. എ മാൻ സ്റ്റാൻഡിങ് അറ്റ് ദ ഫുട്ട് ഓഫ് എ ടവർ സീസ്, എന്താ കാണുന്നത്? ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് 20 മീറ്റർ എവേ. വായിച്ച് മനസ്സിലാവുന്നത് നമുക്കൊന്ന് വരച്ചു നോക്കിയാലോ. ഒരു ഗോപുരത്തിന്റെ, ഗോപുരം ടവറിന്റെ മലയാളാട്ടം. ഓക്കെ, ഫുട്ട് ഓഫ് എ ടവർ എന്നല്ലേ പറഞ്ഞേ. എന്നാൽ ഇവിടെ ഒരു ടവർ ഉണ്ട്, ഇതാണ് നമ്മുടെ ടവർ. ഈ ടവറിൽ നിന്നും 20 മീറ്റർ അകലെ, 20 മീറ്റർ അകലെയല്ലേ പറഞ്ഞേ? യെസ്, 20 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഒരു കെട്ടിടം ഉള്ളത്. അപ്പൊ ആ 20 മീറ്റർ ഡിസ്റ്റൻസിൽ നമുക്കൊരു കെട്ടിടം വരയ്ക്കണം. ഇവിടെയാണ് അത് വിചാരിച്ചോ. 20 മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു ബിൽഡിംഗ് വരച്ചു വെച്ചു. എന്നിട്ട് ഈ ആൾ എവിടെയാണ് നിൽക്കുന്നത്? ഈ ടവറിന്റെ അടിയിലാണ് നിൽക്കുന്നത്. ഈ ടവറിന്റെ അടിയിൽ, ആളെ ഹൈറ്റ് തരാത്തോണ്ട് ഈ അടിയിൽ ആളുണ്ടെന്ന് വിചാരിച്ചാൽ മതിയേ. ഇവിടെ ആൾ നിൽക്കുന്നുണ്ട് ടവറിന്റെ അടിയിൽ. എന്നിട്ട് ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് നോക്കുന്നുണ്ട്. ഏത് ആംഗിളിലാണ് നോക്കിയത്? 60 ഡിഗ്രിയിലല്ലേ നോക്കിയത്? 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലവേഷൻ, മേൽക്കോൺ. അപ്പൊ നിങ്ങൾ എങ്ങനെ ആംഗിൾ ഓഫ് എലവേഷൻ വരയ്ക്കുക? ആദ്യം ഒരു സ്ട്രെയിറ്റ് വ്യൂ, അതാണ് ഈ സ്ട്രെയിറ്റ് വ്യൂ. അത് കഴിഞ്ഞാൽ റേസ്ഡ് വ്യൂ, മുകളിലേക്കുള്ള വ്യൂ. ഈ രണ്ടെണ്ണമാണ് വരയ്ക്കേണ്ടത്. അത് നമുക്കൊന്ന് വരച്ചു നോക്കാം. സ്ട്രെയിറ്റ് അവിടെ തന്നെ ഉണ്ട്, അപ്പൊ നിങ്ങൾ റേസ്ഡ് വ്യൂ മാത്രം വരച്ചാൽ മതി, മുകളിലേക്കുള്ളത് മാത്രം വരച്ചാൽ മതി.
ഇങ്ങനെ വരും റേസ്ഡ് വ്യൂ. അത് വരച്ച് കഴിഞ്ഞാൽ, ഇത്രയും വരച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? ബാക്കി ക്വസ്റ്റ്യൻ വായിച്ചൊക്കെ വേറെ ഒന്നും ചെയ്യണ്ട. എന്താ ചെയ്യുന്നത്? ഇനി അയാൾ എന്താ ചെയ്തത്? ആള് ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ പിന്നെ ആ കുട്ടി അല്ലെങ്കിൽ മാൻ ആളല്ലേ, അയാൾ എന്ത് ചെയ്തു? ഗോപുരത്തിന്റെ ടവറിന്റെ മുകളിൽ കയറിയിട്ട് വീണ്ടും ബിൽഡിങ്ങിനെ നോക്കുകയാണ്. ബിൽഡിങ്ങിന്റെ താഴത്തേക്കാണോ മുകളിലേക്കാണോ നോക്കുന്നത്? എങ്ങോട്ടാണ് നോക്കുന്നത്? ടോപ്പിലേക്ക് തന്നെയാണ് വീണ്ടും നോക്കുന്നത്, 45 ഡിഗ്രിയിൽ. അപ്പൊ ആംഗിൾ മാറിയിട്ടുണ്ട്. ആള് ചെയ്ത പരിപാടി നോക്കണേ. ഇനി ഇതാ ഇയാൾ എന്താ ഇനി ചെയ്യുന്നത് നോക്കിക്കോണേ. ഇയാളിതാ ഇവിടെ നിൽക്കുന്ന ആള് ഇനി എന്താ ചെയ്ത് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ആളിതാ ഇവിടെ നിന്ന് ഇതിന്റെ മുകളിൽ നിന്ന് സ്ട്രെയിറ്റ് വ്യൂവും വേണം. മുകളിൽ നിന്ന് നമുക്കൊരു സ്ട്രെയിറ്റ് വ്യൂ വരയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു റേസ്ഡ് വ്യൂ, മുകളിലേക്കുള്ള നോട്ടം വരയ്ക്കണം. അതാ ഇങ്ങനെ മുകളിലേക്കുള്ളതും വരയ്ക്കണം. ഇങ്ങനെ നമുക്ക് അടുത്തതായിട്ട് മാർക്ക് ചെയ്ത് വെക്കണം. എത്ര ഡിഗ്രിയാ? 45 ഡിഗ്രി. 45 ഡിഗ്രിയിൽ മാർക്ക് ചെയ്ത് വെച്ചു. ഇത്രയും ചെയ്തു. ആദ്യത്തെ ആംഗിൾ ചെയ്താൽ മറന്നു വയ്ക്കുന്നത്, ആദ്യത്തെ ആംഗിൾ 60 ഡിഗ്രിയാണ്, അതും കൊടുത്തു. രണ്ട് ആംഗിൾ മാർക്ക് ചെയ്തു, 60ഉം 45ഉം. സിമ്പിൾ ആംഗിൾ അല്ലേ, നമുക്ക് അറിയുന്ന എളുപ്പമുള്ള ആംഗിൾ. അതുകൊണ്ട് ആൻസർ എന്തായാലും സിമ്പിൾ ആയി കിട്ടും. ഇങ്ങനെയൊക്കെ വന്നാൽ 5 മാർക്ക് സുഖമായിട്ട് കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് പേര് കൊടുക്കുക. ABCDE ഇങ്ങനെ പേരിട്ട് വെക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കേണ്ടത് ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും വാല്യൂ തന്നിട്ടുണ്ടോ? ഒരു 20 മീറ്റർ തന്നിട്ടുണ്ട്, അത് മാർക്ക് ചെയ്യണം. രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇവിടെ ഒരു 20 മീറ്റർ ഉണ്ട്. എടോ ഇത് 20 മീറ്റർ ആണെങ്കിൽ ഈ BDയും 20 മീറ്റർ അല്ലേ, ഇവിടെയും 20 മീറ്റർ ഉണ്ടാവും കേട്ടോ. രണ്ടും മാർക്ക് ചെയ്തു. താഴെ AC 20 ഉണ്ടെങ്കിൽ അതേപോലെ BDയും 20 മീറ്റർ ഉണ്ടാവും. നമ്മൾ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി എന്തൊക്കെ ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്നത് കംപ്ലീറ്റ് കണ്ടുപിടിക്കാം. ആദ്യം പിക്ചർ വരയ്ക്കാൻ വരച്ചു. കെട്ടിടത്തിന്റെ ഉയരം എത്ര എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എത്രയാ? ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ CE ആണ്. നിങ്ങളുടെ കയ്യിൽ 60 ഡിഗ്രി ഉണ്ട്, ഇവിടെ 90 ഉണ്ട്, ബാക്കി ഇതാ ഇവിടെ ഒരു 30 ഡിഗ്രി ഉണ്ട്. അപ്പോൾ 60 ഡിഗ്രി, 30ന്റെ ഓപ്പോസിറ്റ് 20 വന്നാൽ 16ന്റെ ഓപ്പോസിറ്റ് ഇത് മുഴുവനായിട്ട് 60യുടെ ഓപ്പോസിറ്റ് 20√3 എന്ന് വരും. 20√3 ഉണ്ടാവും കേട്ടോ. 30ന്റെ ഓപ്പോസിറ്റ് 20 ആണ്. അപ്പൊ 60ന്റെ ഓപ്പോസിറ്റ് 20√3 എന്ന് ആൻസർ കിട്ടും. അതോടുകൂടി ആ ക്വസ്റ്റ്യൻ തീർന്നു കിട്ടി. എന്താണ് ബിൽഡിങ്ങിന്റെ ഹൈറ്റ്? ബി ക്വസ്റ്റ്യനെ കെട്ടിടത്തിന്റെ ഉയരം. കെട്ടിടത്തിന്റെ ഉയരം, ബിൽഡിങ്ങിന്റെ ഹൈറ്റ് 20√3 മീറ്റേഴ്സ്. റെഡി. ഇനി സിയിൽ എന്താ പറയുക നോക്ക്. ബിൽഡിങ്ങിന്റെ ഹൈറ്റ് മാത്രമല്ലല്ലോ, അതേപോലെ ടവറിന്റെ ഹൈറ്റും ചോദിക്കുന്നുണ്ട്. ഹൈറ്റ് ഓഫ് ദ ടവർ ആണ് അടുത്തത്. AB എത്രയാണ്? അതൊന്ന് ശ്രദ്ധിക്കണം. AB എങ്ങനെയാ കാണാം ഒന്ന് ആദ്യം പറഞ്ഞു നോക്കാം, ക്ലിയർ ആവുന്നുണ്ടോ നോക്കേ. AB എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ടവർ. ഈ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഹൈറ്റ് തന്നെയല്ലേ ഇത്? ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്ത ഭാഗം നോക്കണം. അത് രണ്ടും ഒരേ ഹൈറ്റ് അല്ലേ? അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ പോരെ? ഈ രണ്ടാമത്തെ ഇവിടെ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നോക്കണോ. ഇത് മുഴുവനായിട്ടുള്ള 20√3. ഈ 20√3 ആണ്. ഇത് കംപ്ലീറ്റ് 20√3 ആണ്. ആ 20√3ന്ന് ഈ DE എന്ന് പറയുന്ന സ്ഥലം കണ്ടോ? DE ഇപ്പൊ ഷെയ്ഡ് ചെയ്ത DE അതങ്ങോട്ട് മൈനസ് ചെയ്യാം. ടോട്ടലുള്ള 20√3ന്ന് ആ DE എടുത്ത് അങ്ങോട്ട് ഒഴിവാക്കുക. ബാക്കിയായിരിക്കും നമുക്ക് വേണ്ടത്. ഇത്രയും ബാക്കി ഉണ്ടാവും. ഇത് തന്നെയാണ് ഇപ്പുറത്ത് വരിക. അപ്പൊ നമുക്ക് ടവറിന്റെ ഹൈറ്റ് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ മനസ്സിൽ വെക്കണേ, എങ്ങനെയാണ് നമ്മൾ എത്താൻ പോകുന്നത് നോക്കണേ. ആ ടോട്ടൽ ഹൈറ്റിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത അങ്ങോട്ട് മൈനസ് ചെയ്ത് ഒഴിവാക്കിയാൽ നമുക്ക് വേണ്ട ഭാഗം കിട്ടും. അതായിരിക്കും നമ്മുടെ ടവറിന്റെ ഹൈറ്റ്. ഇനി അതെങ്ങനെ കാണും? അത് കാണാനാണ് ഒരു റൈറ്റ് ട്രയാങ്കിളും കൂടെ ഉണ്ട്. എല്ലാ ആംഗിളും മാർക്ക് ചെയ്യാം. ഇവിടെ 90, ഇത് 45. അപ്പൊ ഇത് മുഴുവനായിട്ട് ഒരു 45ഉം കൂടെ ഉണ്ടാവൂലേ? BDE എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ആ റൈറ്റ് ട്രയാങ്കിളിൽ ഒന്ന് 90ഉം ഒന്ന് 45ഉം ആയതുകൊണ്ട് ഒരു 45ഉം കൂടെ അവിടെ ഉണ്ടാവും. 45, 45, 90. ഇതിന്റെ ഉള്ളിൽ റേഷ്യോ നോക്കിയാൽ 45ന്റെ ഓപ്പോസിറ്റ് 20 ഉണ്ട്. അപ്പൊ മറ്റേ 45ന്റെ ഓപ്പോസിറ്റും 20 ഉണ്ടാവും. അപ്പൊ ആ ഒഴിവാക്കേണ്ട ഭാഗം നമുക്ക് കിട്ടി. 20 ആണ് നമ്മൾ മൈനസ് ചെയ്യേണ്ടത്. ആകെ ഉള്ളത് 20√3 ആണ്. അപ്പൊ നിങ്ങളുടെ ആൻസർ എന്തിലേക്കാണ് പോകേണ്ടത്? 20√3യിൽ നിന്ന് സി ചെയ്യണമെങ്കിൽ 20√3യിൽ നിന്ന് നമ്മൾ 20 മൈനസ് ചെയ്ത് ഒഴിവാക്കിയാൽ നമ്മുടെ ആൻസർ കിട്ടും ഹൈറ്റ് ഓഫ് ദ ടവർ. ഇത് ചെയ്യുന്ന സമയത്ത് √3യുടെ വാല്യൂ അവർ ക്വസ്റ്റ്യനിൽ മാറ്റാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് മാറ്റി കൊടുക്കണം. 1.73 എന്ന് മാറ്റണം. എന്നിട്ട് നമുക്ക് -20 ചെയ്യണം. എങ്ങനെ ചെയ്യുക? 20 × 1.73. 20യിലെ ഈ 0 ഇങ്ങോട്ട് കൊടുത്താൽ 1.73 മാറിയിട്ട് 17.3 ആവും. അപ്പൊ ഇത് 2 × 17.3 എന്ന് കിട്ടും കേട്ടോ. 2 ഞാൻ ഈ പോയിന്റ് കൊണ്ട് മാറ്റിയാൽ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, അതേപോലെ മാറ്റിയതാണ്. പോയിന്റ് കൊണ്ട് എടുത്തിട്ട് 17.3 അങ്ങനെ മാറ്റി ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരെ ചെയ്യാം കേട്ടോ. 173നെ 20 കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് കിട്ടുന്ന ആൻസറിൽ 2 സ്ഥാനം മാറ്റി ഡെസിമൽ കൊടുത്താൽ മതിയേ. അപ്പൊ ഇനി 2 × ഇത്രയും ചെയ്തിട്ട് അതിനെ 20ൽ നിന്ന് മൈനസ് ചെയ്യണം. 2 × 3 6, 2 × 7 14ന്റെ 4 ബാക്കി 1, 2 × 1 2 മാറ്റി വെച്ച 1ഉം കൂടെ 3.
അപ്പോൾ അത് 34.6. ഒരു പ്ലേസ് മാറ്റി ഡെസിമൽ കൊടുക്കാണ്ട് 34.6. അതിൽ നിന്നും നമ്മൾ 20 കുറച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. 34.6 എന്ന് ഒരു 10 മൈനസ് ചെയ്താൽ 24.6 ആവും. ഒരു 10 കൂടെ മൈനസ് ചെയ്താൽ അത് 14.6 എന്ന് വരും. 14.6 മീറ്റർ ഉണ്ടാവും കേട്ടോ. 14.6 അതേപോലെ 24.6 34.6 റെഡി. അപ്പൊ നമ്മുടെ ആൻസർ കിട്ടി. ഫൈനൽ ആൻസർ വരിക 14.6 മീറ്റർ ആയിരിക്കും. ആരുടെ ഹൈറ്റ്? ടവറിന്റെ ഹൈറ്റ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് വരുന്ന ടൈപ്പ് അല്ലാത്ത രീതിയിൽ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ മാറിയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആംഗിൾ ഓഫ് എലവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും വരുന്ന ഭാഗം ഈ അവസാനത്തെ ടോപ്പിക് സ്ഥിരം വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലേ? ഏതാ? എപ്പോഴും ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ. ഒരു പുഴയുടെ വക്കത്ത് ഒരു കുട്ടി നിൽക്കും, അപ്പുറത്തെ ഭാഗത്തുള്ള മരത്തിന്റെ മുകളിലേക്ക് നോക്കും, അത് കഴിഞ്ഞ് ഒരു 10 മീറ്ററോ 20 മീറ്ററോ പുറകോട്ട് മാറി നിന്നിട്ട് വീണ്ടും നോക്കും. ഇതാണ് ഈ ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പൊ അതും കൂടെ നമുക്ക് നോക്കാം. ഇനി അഥവാ ഇനിയിപ്പം മോഡൽ എക്സാം ടഫായി ഇനി അടുത്തത് സിമ്പിൾ ആക്കി ചോദിച്ചാലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഒഴിവാക്കി വെക്കണ്ട, നമുക്ക് അതും കൂടെ നോക്കാം. ഒറ്റ ക്വസ്റ്റ്യൻ നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഇതാണ് ആ ക്വസ്റ്റ്യൻ. നമ്മുടെ സ്ഥിരമായിട്ട് നമ്മൾ കണ്ട് പഠിച്ച് വെച്ച ക്വസ്റ്റ്യൻ. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം പഠിച്ചു വെച്ചോ. എ ബോയ് സ്റ്റാൻഡിങ് അറ്റ് ദ എഡ്ജ് ഓഫ് എ കനാൽ. ഒരു കനാലിന്റെ ഒരു തോടിന്റെ അരികത്ത് ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. ദ ടോപ്പ് ഓഫ് ദ ട്രീ ആണ് നോക്കുന്നത്. അടുത്ത എഡ്ജിൽ മറ്റേ അക്കരയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മരത്തിന്റെ മുകളറ്റം 60 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു. ആംഗിൾ ഓഫ് എലവേഷൻ 60 ഡിഗ്രി. അത് കഴിഞ്ഞ് 10 മീറ്റർ പുറകോട്ട് മാറി നിന്ന് വീണ്ടും നോക്കുമ്പോൾ 30 ഡിഗ്രിയിൽ കണ്ടു. എന്താ ചോദിച്ചത്? കുട്ടിയുടെ ഉയരം തന്നിരിക്കുന്നത് 1.5 മീറ്റർ ആണ് കുട്ടീന്റെ ഹൈറ്റ്. പിക്ചർ വരയ്ക്കണം, തോടിന്റെ വിഡ്ത്ത് വേണം, അതേപോലെ നമ്മുടെ മരത്തിന്റെ ഹൈറ്റും വേണം. 2 കാര്യങ്ങളാണ് കാണാനുള്ളത്. നമുക്കൊന്ന് വേഗം വരച്ചു നോക്കാം. നിങ്ങൾക്ക് അറിയുന്നതെന്ന് വിചാരിക്കുന്നു. അറിയാത്തണ്ടേ നോക്കണേ, ശ്രദ്ധിക്കണേ. എന്താ കാര്യം? ആദ്യം ഇതാണ് നമ്മുടെ കനാൽ. ഈ കനാലിന്റെ ഒരറ്റത്താണ് നമ്മുടെ മരം ഉള്ളത്. കനാലിന്റെ ഒരറ്റത്ത് ട്രീ ഉണ്ട്. ഇതാണ് ട്രീ. മറ്റേ അറ്റത്ത് ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. ഇത്രയും നേരം നമ്മൾ ചെയ്ത പ്രോബ്ലത്തിലൊന്നും ആ കുട്ടിയെ വരച്ചിട്ടില്ല. കാരണം എന്താ? ക്വസ്റ്റ്യനിൽ കുട്ടീന്റെ ഹൈറ്റ് തന്നിട്ടില്ല. ഈ പ്രോബ്ലത്തിൽ പറയുന്നുണ്ട് 1.5 മീറ്റർ ആണ് കുട്ടിയുടെ ഹൈറ്റ്. അപ്പൊ നിങ്ങൾ കുട്ടീനെ വരയ്ക്കണം. വരച്ചിട്ട് മാർക്ക് ചെയ്യണമെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കാം 1.5 മീറ്റർ. ഇനി അതിനുശേഷം ചെയ്യേണ്ടത്, ഈ കുട്ടി എന്താ ചെയ്തത്? ആ മരത്തിന്റെ മുകളിലേക്ക് നോക്കുന്നു. ആംഗിൾ ഓഫ് എലവേഷൻ മേൽക്കോൺ. അപ്പൊ നേരെയുള്ള വ്യൂ വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് റേസ്ഡ് വ്യൂ വരയ്ക്കുക. 2 വ്യൂ വരച്ചു. നേരെയും വരച്ചു, മുകളിലേക്കും വരച്ചു. എന്നിട്ട് ആ ആംഗിൾ എഴുതി വെക്കണം. 60 ഡിഗ്രിയാണ് ആംഗിള്. 60 ഡിഗ്രി. അതിനുശേഷം ആ കുട്ടി എന്താ ചെയ്യുന്നത്? 10 മീറ്റർ പുറകോട്ടേക്ക് നിന്നു. ഇവിടുന്ന് 10 മീറ്റർ പുറകോട്ടേക്ക് കുട്ടി മാറി നിന്നു. അങ്ങനെ 10 മീറ്റർ പുറകിൽ പോയി കുട്ടി ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെയാണ് ഇപ്പൊ കുട്ടി നിൽക്കുന്നത്. അപ്പൊ ആ കുട്ടീന്റെ ഹൈറ്റ് എത്രയാ? 10 മീറ്റർ പുറകോട്ട് മാറുമ്പോഴത്തേക്ക് കുട്ടീന്റെ ഹൈറ്റ് മാറൂലല്ലോ. 10 മീറ്റർ നടന്നു പോകുമ്പോഴത്തേക്ക് ഹൈറ്റ് കുറയോ? എവിടെ കുറയാൻ? അത് തന്നെ ഉണ്ടാവും. അപ്പൊ അത്ര തന്നെ അവിടെയും കിട്ടുകയെ. 1.5 ആ കുട്ടി വീണ്ടും നോക്കുന്നു. സ്ട്രെയിറ്റ് വ്യൂ. നേരത്തെ സ്ട്രെയിറ്റ് വ്യൂ വരയ്ക്കട്ടെ. സ്ട്രെയിറ്റ് വ്യൂ വരയ്ക്കുന്നു. അത് കഴിഞ്ഞ് റേസ്ഡ് വ്യൂ, മുകളിലേക്കുള്ള വ്യൂ, പഴയ പോലെ മുകളിലേക്കുള്ള വ്യൂ വരയ്ക്കുക. ആ ആംഗിള് 30 ഡിഗ്രി മാർക്ക് ചെയ്യുക. കുട്ടീൻ്റെ ഹൈറ്റ് 1.5 ആണ്. നോ ചേഞ്ച്. ഇത്രയാണ് പിക്ചർ വരിക. 10 മീറ്റർ ആണ് പുറകോട്ടേക്ക് മാറി നിന്നത്. പിക്ചർ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ പേര് കൊടുത്തേക്കുക. ABCDEFG കംപ്ലീറ്റ് പേര് കൊടുത്തു. ഇനി ഓരോരോ ടാർഗറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഇത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയത് കണ്ടുപിടിക്കുക നോക്കിക്കോണേ. ഇവിടെ ഒരു 60 ഡിഗ്രി. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ മക്കളെ, ഇത് 60 ആണെങ്കിൽ ഈ ആംഗിൾ ഇതാ ഇവിടെ ഉള്ള ആംഗിളില്ലേ, അത് 120 ഡിഗ്രി ഉണ്ടാവും. ലീനിയർ പെയർ, രേഖീയ ജോഡി അനുസരിച്ച് 120 ബാക്കി ഉണ്ടാവും. അവിടെ 120 ഡിഗ്രി. ഈ 120 30 കഴിഞ്ഞാൽ ഇവിടെ ഒരു 30 വരും. ഇവിടെ ഒരു 30 ഡിഗ്രി ഉണ്ടാവും. അപ്പൊ അതിങ്ങനെ 30 വന്നേ. ഈ പുറമുള്ള ട്രയാങ്കിൾ ഇതാ, ഈ ട്രയാങ്കിളില്ലേ, ഈ ട്രയാങ്കിൾ ആണ്. അതിന്റെ എല്ലാ ആംഗിളും കൂടെ 180 വരണം. അപ്പൊ 120 30 കഴിഞ്ഞാൽ ബാക്കി 30 ഡിഗ്രി. എല്ലാം കൂടെ നോക്കുന്ന സമയത്ത് 2 എണ്ണം 30 ആ. 2 ആംഗിൾ സെയിം ആണെങ്കിൽ അത് എന്ത് ട്രയാങ്കിളാ? ഐസോസിലസ്, സമപാർശ്വ ത്രികോണായിരിക്കൂലേ. അപ്പൊ 2 സൈഡും സെയിം വരണം. 2 ആംഗിൾ മാത്രമല്ല, 2 സൈഡും സെയിം വരണം. ഏത് സൈഡ് ഈക്വൽ ആംഗിൾസ് ഏതാണോ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് സെയിം ആവുക. അപ്പൊ നിങ്ങൾ ഇതാ ഇവിടെ ഒരു 10 കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ 10 വരും. അപ്പൊ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 10 വന്നാൽ മറ്റേ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റും ഒരു 10 തന്നെയാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. 10 രണ്ട് ഭാഗത്തും വന്നിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ 10 കിട്ടിയാൽ ഇത് 90 ഡിഗ്രിയും ഇവിടെ 60 ഡിഗ്രിയും കഴിഞ്ഞ് ബാക്കി ഒരു 30 ഇവിടെ ഉണ്ടാവും. 90ന്റെ ഓപ്പോസിറ്റ് ആണ് ഇപ്പോൾ 10 ഉള്ളത്. നോക്കേ, ഏത് ട്രയാങ്കിളാ? ഈ ട്രയാങ്കിളില് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് ഇപ്പോൾ 10 കിടക്കുന്നത്. 90ന്റെ ഓപ്പോസിറ്റ് 10 ആണെങ്കിൽ ബാക്കി 30യുടെ ഓപ്പോസിറ്റ് 5ഉം 60യുടെ ഓപ്പോസിറ്റ് 5√3 ഉണ്ടാവും. അപ്പൊ എല്ലാ കാര്യവും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ നോക്കി നമുക്ക് ആൻസറിലേക്ക് കൊടുക്കണം. ആദ്യം ചോദിച്ചത് കനാലിന്റെ വിഡ്ത്ത് എത്രയാണ്? കനാലിന്റെ വിഡ്ത്ത് ആണ് ഈ 5. ഇതാണ് നമ്മുടെ കനാലിന്റെ വിഡ്ത്ത്. 5 മീറ്റർ ആണ് കനാലിന്റെ വിഡ്ത്ത് വരിക. എ ക്വസ്റ്റ്യൻ വിഡ്ത്ത് ഓഫ് ദ കനാൽ.
നമ്മുടെ തോടിന്റെ വീതി എത്രയെന്നല്ലേ, വിഡ്ത്ത് ഓഫ് കനാൽ എത്രയാ, 5 മീറ്റേഴ്സ് ഉണ്ടാവും. ഇനി ബി ക്വസ്റ്റ്യൻ, അതിന്റെ കൂടെ തന്നെയുള്ള ക്വസ്റ്റ്യൻ ബി ആണ് കേട്ടോ രണ്ടും. എ ക്വസ്റ്റ്യനിൽ ചിത്രം വരയ്ക്കാനാട്ടോ പറഞ്ഞു, ഇതും ബി തന്നെയാണ്. ബി ക്വസ്റ്റ്യൻ എയിൽ പിക്ചർ വരയ്ക്കാൻ പറഞ്ഞു, ബി ക്വസ്റ്റ്യൻ. ഓക്കെ, വിഡ്ത്ത് ഓഫ് ദ കനാൽ കഴിഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ ട്രീ ചോദിച്ചിട്ടുണ്ട്. മരത്തിന്റെ ഹൈറ്റ് ഓഫ് ദ ട്രീ എത്രയാ, ട്രീയുടെ ഹൈറ്റ് എത്ര, ഇതിന്റെ ആൻസർ വരിക? നമ്മൾ പെട്ടെന്ന് വിചാരിക്കും 5√3 ആണെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ നിർത്തരുത്. എന്താണ് പ്രശ്നം? ഈ 5√3ന്റെ കൂടെ ഈ കുട്ടീന്റെ ഹൈറ്റിലിടാ ഈ നീളല്ലേ, ഈ താഴത്തേക്കുള്ള നീളം, അതും കൂടെ ചേർത്താലേ നമുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ ഇവിടെ ഒരു 1.5 ഉള്ളത് കൊണ്ട് ഇവിടെ ഒരു 1.5 ഉണ്ടാവും. അപ്പോൾ 5√3 പ്ലസ് 1.5 ചെയ്താലേ നമ്മുടെ ഫിഗർ ഫിനിഷ് ആവുള്ളൂ, നമ്മുടെ പ്രോബ്ലം സോൾവ് ആവുള്ളൂ. 5√3 പ്ലസ് 1.5 ഇത്രയും വരും കേട്ടോ, ഇത്രയും മീറ്റേഴ്സ്. ഇത് ബാക്കി ചെയ്യണോ? √3ന്റെ വാല്യൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നാൽ അത് മൾട്ടിപ്പിൾ ചെയ്തിട്ട് 1.5 പ്ലസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വെച്ചാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. 5√3 പ്ലസ് 1.5. അപ്പൊ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താ? നിങ്ങൾ നോക്കേണ്ട കാര്യം ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ സെക്ഷൻ ട്രിഗണോമെട്രിയിലെ ഈ ടഫ് ഭാഗം വരുന്ന ക്വസ്റ്റ്യൻ എക്സാമിന് വന്നാൽ നിങ്ങൾ ആ ഭാഗം ആദ്യമേ ടഫാന്ന് വിചാരിച്ച് ഒഴിവാക്കണ്ട. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന സാധനമാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും അത് ആദ്യം തന്നെ ചെയ്തു വെക്കാം. അതല്ലെങ്കിൽ വേറെ എളുപ്പമുള്ള വേറെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടെന്ന് വിചാരിക്കുക 5 മാർക്കിന്റെ, അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ടൈം ഉണ്ടാവും ലാസ്റ്റ്, അന്നപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഈ ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. പക്ഷെ ഞാൻ പറയുന്നത് ഇത് ടഫ് അല്ലടാ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒന്ന് വായിച്ചിട്ട് ആ പിക്ചർ ഒന്ന് വരച്ചു നോക്ക്. അത് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുണ്ടാവും ആൻസർ. ആൻസറിലേക്ക് പോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാറാ റൈറ്റ് ട്രയാങ്കിൾസ്. റൈറ്റ് ട്രയാങ്കിളിന് എങ്ങനെ നമ്മൾ ആൻസർ എടുക്കുക? 3 സൈഡുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടിയാൽ മതി, ബാക്കി 2 എണ്ണം നമുക്ക് റേഷ്യോ വെച്ച് കണ്ടുപിടിക്കാം. നമ്മൾ പഠിച്ച 30, 45, 60 എന്ന് പറയുന്ന ആംഗിൾസ് ആണെങ്കിൽ ആ റേഷ്യോ നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതല്ലാത്ത ആംഗിൾ ആണെങ്കിൽ സൈൻ, കോസ്, ടാൻ, ഈ 3 എണ്ണത്തിന്റെ ഹെൽപ്പോട് കൂടി, ഇതിൽ ആരെങ്കിലും ഒരാളെ ഹെൽപ്പോട് കൂടി നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. ഇങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ നന്നായി നോക്കുക, ഈ ഭാഗം ഒഴിവാക്കരുത്. ഓക്കെ, ബൈ.